നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹെഡ്ഗേവാർ പേര് വിവാദം. ബിജെപിയെ വെല്ലുവിളിച്ച് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. ഞങ്ങൾ വെട്ടിയാലും മുറിവേൽക്കും. കോൺഗ്രസ് പാർട്ടിയിൽ അതിനുപറ്റിയ ആൺകുട്ടികളുണ്ടെന്നും കെ സുധാകരൻ. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബിജെപിയുടെ കൊലവിളി രാഷ്ട്രീയം ആരോപിച്ച പാലക്കാട്ട് കോൺഗ്രസിന്റെ പ്രതിരോധ സദസ്സ്. കെപിസിസി പ്രസിഡന്റ് നടത്തിയത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ പ്രസംഗമെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സിപിഎം ബിജെപി കൌൺസിലർമാർ നടത്തിയത് അക്രമപരമെന്നും ആരോപണം. വനിതാ കൌൺസിലറെ ബിജെപി കൌൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സിപിഎം പ്രതിഷേധ സമരവുമായി യൂത്ത് ലീഗും. പുലിപ്പല്ല് കേസിൽ വേടനെ തൃശൂരിൽ കൊണ്ടുവന്ന തെളിവ് ശേഖരിച്ചത് വേടനെ പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ ജ്വല്ലറിയിൽ നിന്ന്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന് ആരോപണം. പരാതിയുമായി വാടാനപ്പള്ളി സ്വദേശി ഡിജിപിയെ സമീപിച്ചു. സാമ്പത്തിക ബാധ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ കലാമണ്ഡലം അധികൃതർക്ക് വീഴ്ച. വിരമിച്ച അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക പെൻഷൻ ആനുകൂല്യങ്ങളുடன் അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പ് ഇനിയും പാലിക്കപ്പെട്ടില്ല. പ്രതിഷേധവുമായി ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് വൈസ് ചാൻസലറെ കണ്ടു. മെയ് 15-നകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമെന്ന് വൈസ് ചാൻസലർ. വാക്കുപാലിച്ചില്ലെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികളെ വഴിയിൽ തടയുമെന്ന് സമരസമിതിയുടെ മുന്നറിയിപ്പ്. ഒലവക്കോട് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ അദേനിഗർ സ്വദേശി അനിൽ പ്രധാനെ പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. തലയിലും ഓപ്പറേഷൻ ഡി ഹണ്ട്. 962 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി പുതിയ ഗേറ്റ് സ്വദേശി അറസ്റ്റിൽ. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. പ്രതിസന്ധികൾ പരിഹരിക്കാൻ 25 ലക്ഷം രൂപ അനുവദിക്കും. തീരുമാനം പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനാണ് പരിശ്രമമെന്ന് നഗരസഭാ അധികൃതർ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. സാമ്പിൾ വെടിക്കെട്ട് മെയ് 4-ന്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നടന്ന് പൂരവിളംബരം നടത്തും. വിശ്വപ്രസിദ്ധമായ പൂരം മെയ് 6-ന്. ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സസ്പെൻസുകൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. വാർത്തകൾ വിശദമായി. ബിജെപിയെ വെല്ലുവിളിച്ച് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം.പി. ഞങ്ങൾ വെട്ടിയാലും മുറിവേൽക്കുമെന്നും അതിന് പറ്റിയ ആൺകുട്ടികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ബിജെപിയുടെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ഡിസിസി സംഘടിപ്പിച്ച പ്രതിരോധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും എന്നാൽ മൗനം ദൗർബല്യമാണെന്ന് കരുതേണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ബിജെപി അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് മൗനം പാലിക്കുന്നത് ബലഹീനതയായി കാണേണ്ട. എംഎൽഎക്ക് നേരെ ഇനിയൊരു അക്രമമുണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. കോൺഗ്രസുകാർ വെട്ടിയാലും മുറിവേൽക്കും. ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ പലിശ സഹിതം തിരിച്ചു തരുമെന്നും ഉശിരുള്ള ആൺകുട്ടികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. അതിനെ തൊട്ട് കളിക്കുമ്പോ ബിജെപിക്കാർ ഇത്തിരി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ അഭ്യാസങ്ങളും ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും ഒക്കെ നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല. ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും, ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടേക്കും. അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ബിജെപിക്കാർ രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വെറും തോന്നൽ മാത്രമാണ്. ഇവിടുത്തെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിത്വം. നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ? രോമം തൊഴാൻ സാധിച്ചോ നിങ്ങൾക്ക്? രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. കാശ്മീരിൽ 26 പേർ രക്തസാക്ഷികളായപ്പോൾ ബിജെപി സർക്കാർ എവിടെ പോയെന്നും കെ സുധാകരൻ ചോദിച്ചു. രാജ്യസ്നേഹം പറയുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേതാക്കളും എവിടെയായിരുന്നു? രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തവർ കോൺഗ്രസിനെ പേടിപ്പിക്കാൻ വരണ്ട. ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുകയല്ലാതെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തെന്നും കെ സുധാകരൻ ചോദിച്ചു. ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. വി കെ ശ്രീകണ്ഠൻ എം.പി., രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, കെപിസിസി വക്താവ് സന്ദീപ് വാര്യർ,
KPCC ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലിബ്, KA തുളസി, C ചന്ദ്രൻ, മുൻ MP VS വിജയരാഘവൻ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ മന്ത്രി VC കബീർ, മുൻ MLA KA ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊലവിളി രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലേക്ക് വന്ന BJP യുവനേതാവ് PS സായി പ്രസാദിനെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി V മുരളീധരന്റെ PA ആയിരുന്ന സായി പ്രസാദ് ABVPയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയുടെ കൊലവിളി രാഷ്ട്രീയം ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച പ്രതിരോധ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു VD സതീശൻ. ഭരണമല്ല പ്രധാനമെന്നും വർഗീയ ശക്തികളുടെ പിടിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും VD സതീശൻ പറഞ്ഞു. BJP കൊലവിളി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. പാലക്കാട്ട് ആരംഭിക്കാൻ പോകുന്ന നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് ചോദ്യം ചെയ്തതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തിയത്. പാലക്കാട്ടെ വോട്ടർമാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ജനകീയനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സമര പോരാട്ടങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ. പ്രതിസന്ധികൾ അതിജീവിച്ചു മുന്നേറിയ രാഹുലിനെയാണ് കൊലക്കേസ് പ്രതിയായ BJP ജില്ലാ അധ്യക്ഷൻ ഭയപ്പെടുത്തുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവരല്ല കോൺഗ്രസ് പ്രവർത്തകരെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഒരു കൊലക്കേസിൽ പ്രതിയായ രാഷ്ട്രീയ കൊലപാതകമൊന്നുമല്ല, കൊട്ടേഷൻ ആളായി പോയിട്ട് ഒരു കൊലക്കേസിൽ ഒരുത്തരെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തനെ ജില്ലാ പ്രസിഡന്റാക്കി BJP വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ക്രിമിനലിനെ കൊണ്ട് ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റാക്കി വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുക. സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയെന്നോ? രാഹുൽ മാങ്കുളത്തിനെ മാത്രമല്ല, സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയെന്നോ? BJPയിൽ നിന്ന് വിട്ടുവന്ന സന്ദീപ് വാര്യരെ ഉൾപ്പെടെ ഭയപ്പെടുത്താനും BJP നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അംഗബലം കൊണ്ട് അനീതിയും അക്രമവും കാണിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്. CPM കൗൺസിലർ സലീന BVയെ BJP കൗൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ CPM നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു TK നൌഷാദ്. പൊതുസേവനമോ രാജ്യസേവനമോ നടത്താത്ത ഹെഡ്ഗേവാർ RSSകാരനായി മാത്രം ജീവിച്ചു മരിച്ച വ്യക്തിയാണെന്നും TK നൌഷാദ് പറഞ്ഞു. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS പ്രചാരകൻ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നത് BJP സ്വന്തം നിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തെ കെട്ടിടത്തിനായിരിക്കണം. ടൗൺഷിപ്പ് വികസനത്തിന്റെ ഭാഗമായി കളിസ്ഥലത്ത് നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയാഞ്ഞത് ക്ഷേമ പദ്ധതികൾക്ക് CPM എതിരല്ലാത്തതുകൊണ്ടാണ്. ചർച്ച കൂടാതെ കയ്യാങ്കളിയിലൂടെ കാര്യം നേടാമെന്ന് BJP ധരിക്കരുതെന്ന് നൌഷാദ് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഭിന്നശേഷി സൗഹൃദത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഏതു പരിപാടിക്കും ഇവിടെ പുരോഗമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, നഗരവികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പുരോഗമന പ്രസ്ഥാനം എന്ന നിലയിൽ CPM തയ്യാറാണ് എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി നാൾക്ക് മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുനിസിപ്പൽ ഭരണത്തിന് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിലും വികസന കാര്യങ്ങൾ നടപ്പിലാക്കട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, കൗൺസിലർ ബഷീർ, ജിഞ്ചു ജോസ്, A കുമാരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീയതയെ താലോലിക്കാനും മതസൗഹാർദ്ദം തകർക്കാനുമുള്ള സംഘപരിവാറിന്റെ ശ്രമമാണ് പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയതെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത്. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിച്ചതിലും ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിലും പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൻവർ സാദത്ത്. സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ ദേശീയ സമരങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ സംഘപരിവാർ രാജ്യത്തിന്റെ ഓരോ അടയാളങ്ങളും സ്വന്തമാക്കാനായി പരിശ്രമിക്കുകയാണിപ്പോൾ. സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ കണ്ടത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും ദേശവിരുദ്ധ ശക്തികളെയും പ്രതിരോധിക്കാൻ ലീഗ് മടിച്ചു നിൽക്കില്ല. മുസ്ലിം നാമമുള്ള റോഡുകൾക്കും കോളനികൾക്കും നേരെയും സംഘപരിവാർ വെല്ലുവിളി തുടരുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഭയപ്പെട്ടോടിയ ചരിത്രം ലീഗിനില്ലെന്ന് സമരചരിത്രം വായിച്ച ആർക്കും മനസ്സിലാവും.
മസിൽ പവർ കൊണ്ട് എന്തും നേടാമെന്ന് പാലക്കാട് നഗരസഭാ ഭരണസമിതി കരുതേണ്ടെന്നും അൻവർ സാദത്ത് പറഞ്ഞു. ഒരു ഉറുമ്പ് കടിച്ച വേദന പോലും അനുഭവിക്കാത്ത ഒരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ പേരാണ് സംഘപരിവാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ രാജ്യത്തിന്റെ രൂപീകരണത്തിൽ അവർക്ക് പങ്കില്ല. എന്നാൽ ഈ രാജ്യത്തെ വിട്ടുകൊടുത്തവരുടെ കൂട്ടത്തിൽ ആദ്യവും അവസാനവും എഴുതി വെക്കേണ്ടുന്ന പേര് സംഘപരിവാറുകാരന്റെ പേരാണ്. ഞാന് പറയുന്നത് ആ ഒറ്റുകാർക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട്, ആ ഒറ്റുകാരുടെ പിന്മുറക്കാർക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കിയിട്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ വിട്ടുകൊടുത്തവരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കി അതിന്റെ ഒരു ഓഫീസ് ഉണ്ടാക്കുമ്പോ ആ ഓഫീസിന്റെ തലപ്പത്ത് എഴുതി വെക്കേണ്ടുന്ന പേരാണ് ഹെഗ്ഗവാറിന്റെ പേരെന്ന് പറയാൻ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് AM സലീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്, കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു, അഷറഫ് പറക്കുന്നം, PP മുഹമ്മദ് കാസിം, KTA ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസും CPM നടത്തിയത് അക്രമ പരമ്പരയെന്ന BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ജനാധിപത്യപരമായ ചർച്ചയ്ക്കായാണ് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്ന വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. കൗൺസിൽ ഹാളിൽ പാർട്ടി പതാക വരെ ഉയർത്തിയെന്ന് പ്രശാന്ത് ശിവൻ ആരോപിച്ചു. KPCC അധ്യക്ഷൻ പ്രകോപനപരമായ പ്രസംഗമാണ് നടത്തിയത്. കോൺഗ്രസിലുള്ളവർ അറവുകാരാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പ്രസംഗം. നഗരത്തിൽ മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ റോഡുണ്ട്. ഈ റോഡിന്റെ പേര് മാറ്റണം. ഇത് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് റോഡിന് നൽകണമെന്നും രാജ്യത്തിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ചേറ്റൂരെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇതു സംബന്ധിച്ച് ചർച്ച നടക്കും. കോൺഗ്രസ് ബോധപൂർവം വിസ്മരിച്ച പേരാണ് ചേറ്റൂരിന്റേതെന്നും പ്രശാന്ത് ശിവൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളത്, കോൺഗ്രസ് ബോധപൂർവമായി ഇവിടെ കലാപം സൃഷ്ടിക്കുന്നതിനും സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നു എന്ന് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് റോഡുകളുടെ പേരിൽ നഗരസഭയ്ക്കകത്തുള്ള റോഡുകളുടെ പേരുകൾ മാറ്റം വരുത്തുന്നതിന് നഗരസഭയ്ക്ക് അധികാരമുണ്ട്. ആ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. ആ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ജനാധിപത്യപരമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും രേഖപ്പെടുത്തുന്നതിനുള്ള അവസരമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ കൗൺസിൽ അംഗങ്ങളും ഈ പ്രമേയത്തെ ഐക്യകണ്ഠേന പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. മെയ് 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ആദ്യം പൂരം കൊടിയേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലായിരുന്നു. തുടർന്ന് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു. ആർപ്പുവിളികളും ആരവങ്ങളുമായി ദേശക്കാർ ചേർന്ന് കൊടിമരമുയർത്തി. അങ്ങനെ ഒരു പൂരക്കാലത്തെ കൂടി തിരുവമ്പാടിക്കാർ വരവേറ്റു. പിന്നാലെ പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ്. ക്ഷേത്രം ഭാരവാഹികളും ദേശക്കാരും ചേർന്ന് കൊടിക്കാലുയർത്തി. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖുവിളിച്ച് പൂരവിളംബരം നടത്തും. 6-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. മുൻ വർഷങ്ങളിലേതുപോലെ ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വയ്ക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂരത്തിന് രാമനെത്തും. തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും. ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാവും ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറ്റുക. കഴിഞ്ഞ വർഷം നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേന്തിയത് രാമചന്ദ്രനായിരുന്നു.
ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നത് സംബന്ധിച്ച വാഗ്ദാനം പാലിക്കുന്നതിൽ കലാമണ്ഡലത്തിന്റെ വീഴ്ച. പ്രതിഷേധവുമായി ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ്. കലാമണ്ഡലം സാമ്പത്തിക ബാധ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന കാലതാമസമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് ഒരു മാസം മുമ്പ് കലാമണ്ഡലത്തിന് മുന്നിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല സമരം സർക്കാർ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ബ്രോക്കറയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ശമ്പള ആനുകൂല്യങ്ങളും 2007 മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിക്കാമെന്നാണ് ഇവർക്ക് ഉറപ്പ് ലഭിച്ചത്. വിശദമായ സാമ്പത്തിക ബാധ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കലാമണ്ഡലത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും കലാമണ്ഡലത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും കൈക്കൊള്ളാത്തതിനെ തുടർന്നാണ് റിട്ടയർഡ് അധ്യാപകർ ബുധനാഴ്ച രാവിലെ പ്രതിഷേധവുമായി കലാമണ്ഡലത്തിലെത്തിയത്. വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനെ കണ്ട് ഇവർ പ്രതിഷേധമറിയിച്ചു. അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്ന് റിട്ടയർഡ് അധ്യാപകർ ആവശ്യപ്പെട്ടു. മെയ് 10 ശേഷം നടപടികൾ കൈക്കൊള്ളുമെന്ന് വൈസ് ചാൻസലർ ഇവർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കലാമണ്ഡലത്തിലേക്ക് എത്തുന്ന ഭരണാധികാരികളെ തടഞ്ഞു നിർത്തി സമരം ആരംഭിക്കുമെന്ന് സമരസമിതി പ്രസിഡന്റ് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കലാമണ്ഡലം എസ് ഗോപകുമാർ, കലാമണ്ഡലം കൃഷ്ണകുമാർ എന്നിവർ വ്യക്തമാക്കി. എന്നാൽ ഇന്നിപ്പോൾ ഏപ്രിൽ 30 ഇവിടുന്ന് ആ ഒരു റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട്, വിശേഷ സ്റ്റേറ്റ്മെൻറ്റ് അയക്കാൻ കലാമണ്ഡലം ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഞങ്ങളിൽ 9 പേര് മരണപ്പെട്ടു കഴിഞ്ഞു. ഈ മരണം മറ്റുള്ളവരെ ഗ്രസിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളത് കിട്ടുന്നതിന് വേണ്ടി അതിനൊരു സത്വര നടപടി സർക്കാർ തരാൻ തയ്യാറായിട്ടും ഇവിടുത്തെ അലംഭാവം കൊണ്ട് കിട്ടാത്തൊരവസ്ഥ വന്നതുകൊണ്ട് തന്നെ അത് VC കണ്ട് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് 15 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി അയച്ചോളാം എന്ന് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിരിയാറുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇടത് സർക്കാരാണ് സിവിൽ സർവീസ് കാലാനുസൃതമായി പരിഷ്കരിച്ചതെന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA. പാലക്കാട്ട് KGOA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. വികസന വിരോധികൾ നാടിന്റെ ശാപമാണെന്നും കെ പ്രേംകുമാർ പറഞ്ഞു. ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് കേരളത്തിലെ ഇടതു സർക്കാരെന്ന് കെ പ്രേംകുമാർ MLA പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പ്രതിരോധത്തിനിടയിലും ഒരിക്കലും നടക്കില്ലെന്ന് ധരിച്ച ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. കേന്ദ്ര സർക്കാരിന് കീഴിൽ തൊഴിൽ മേഖലയും തൊഴിലും ഇല്ലാതാകുമ്പോൾ കേരളത്തിലെ സർവീസ് മേഖല വിപുലീകരിക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത്. ഇടതു സർക്കാരിന് 3-ാം ഊഴം ലഭിക്കുമെന്ന ഭീതി വികസന വിരോധികളുടെ ഉറക്കം കെടുത്തിയെന്നും കെ പ്രേംകുമാർ പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഭീകരതയ്ക്ക് മതമില്ല എന്നുള്ളതാണ്. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന പേരായിട്ടുള്ള ഒരു പോണിവാല 10-15 മിനിറ്റ് സമയത്തെ മാത്രം പരിചയമുള്ള കുതിരസവാരി നടത്തുന്നതിന് തന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വന്ന മനുഷ്യരെ, അവർ കുതിരസവാരി നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നവരെ ഭീകരവാദികൾ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ തോക്കെടുത്ത് വെടിവെക്കുന്ന സന്ദർഭത്തിൽ ആ തോക്ക് പിടിച്ചു വാങ്ങുകയും കൂടെയുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ചെറുപ്പക്കാരൻ ഭീകരമായി കൊല്ലപ്പെട്ടത് എന്നതുകൂടി നാം ഈ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PB പ്രീതി, TS ആശാദീപ, ഡോക്ടർ ബേബി പോൾ, K മഹേഷ്, S സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് 25 ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനമായി. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ തുറക്കാനുള്ള പരിശ്രമത്തിലാണ് ഭരണസമിതി. MLA ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിയിൽ ഡയാലിസിസ് സെന്ററിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കാത്തത് ഏറെ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് 8 ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമാക്കി. മെഷീനുകൾ സജ്ജമാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡയാലിസിസ് സെന്റർ തുറക്കാനുള്ള നടപടികൾ പാതി വഴിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഡയാലിസിസ് സെന്റർ തുറക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനമായത്. മെഷീനുകളും ജനറേറ്ററും സജ്ജമാണ്. അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്ന്, ഫാബ്രിക്കേഷൻ പ്രവൃത്തികൾ എന്നിവ നടത്താനുണ്ട്. ഇതിനായി നഗരസഭാ ഭരണസമിതി 25 ലക്ഷം രൂപ അനുവദിച്ചതായി
വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. താൽക്കാലികമായി HMC ഫണ്ടിൽ നിന്ന് ആ പണം എടുത്ത് ചെലവഴിക്കുകയും അത് നഗരസഭ ഫണ്ട് നൽകുന്ന സമയത്ത് അത് റീകൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2 റെഫ്രിജറേറ്ററുകൾ, അതുപോലെ എയർപോർട്ട് ചെയറുകൾ, അതുപോലെ ഈ വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ സംഘടനകൾക്കോ വ്യക്തികൾക്കോ സംഭാവന നൽകാനുള്ളൊരു അവസരം കൂടിയാണ്. അത് ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും സംഘടന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലാത്ത പക്ഷം അതിൻ്റെ ഫണ്ട് കൂടി HMCയിൽ നിന്നോ അതല്ലെങ്കിൽ നഗരസഭാ ഫണ്ടിൽ നിന്നോ എടുത്ത് അതുകൂടി വാങ്ങിക്കാനും HMC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായി പട്ടാമ്പി നഗരസഭ മുന്നോട്ട് പോകും. നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് സൗകര്യമുള്ളത്. തടസ്സങ്ങളെല്ലാം നീക്കി പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുമ്പോൾ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി രോഗികൾക്ക് അത് ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാത്തൂരിൽ ഭവന പദ്ധതി അപേക്ഷകരുടെ തിക്കും തിരക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തലതിരിഞ്ഞ നിർദ്ദേശങ്ങൾ അപേക്ഷകരെ വട്ടം കറക്കുകയാണ്. വയോജനങ്ങളും സ്ത്രീകളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ഭവന പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ളവരുടെ തിക്കും തിരക്കും മൂലമാണ് മാത്തൂരിൽ വയോജനങ്ങളും വീട്ടമ്മമാരും വട്ടം കറങ്ങുന്നത്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ നിർദ്ദേശങ്ങളും അപേക്ഷകർക്ക് തലവേദനയായിട്ടുണ്ട്. പുതിയ ഭവനാപേക്ഷകർ PMAY പദ്ധതിയിൽ അപേക്ഷിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ 2018 മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനറൽ വിഭാഗത്തിന്റെ ലിസ്റ്റിൽ നിന്നും അപേക്ഷകരെ തെരഞ്ഞെടുത്താൽ മതിയെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതു പദ്ധതിയായാലും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായുള്ള പ്രത്യേക ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ്. എന്നാൽ അപേക്ഷകരുടെ തിക്കും തിരക്കും മൂലം ആപ്പ് സ്പീഡ് കുറവായത് യഥാസമയം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അപേക്ഷകർ സ്വന്തം സ്മാർട്ട് ഫോണിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ആധാറുമായി ബന്ധിപ്പിച്ച ഫോണിൽ അപേക്ഷകന്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് നിലവിൽ താമസിക്കുന്ന വീടിൻ്റെ ഫോട്ടോ സഹിതം പുതിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തി ആപ്പിൽ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എല്ലാ അപേക്ഷകർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വശമുള്ളവർ കുറവാണ്. പലരും മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ഗതികേടിലാണ്. സൈറ്റിൻ്റെ സ്പീഡ് കുറവായതിനാൽ ഒരപേക്ഷ സമർപ്പിക്കാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഗതികേടാണിപ്പോൾ. മാത്തൂർ പഞ്ചായത്തിൽ രാവിലെ 9 മണി മുതൽ 50-ൽ പരം അപേക്ഷകരാണ് കാത്തിരിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് അംഗം K. ഉദയപ്രകാശ് പറഞ്ഞു. പക്ഷേ ഇത് അറിഞ്ഞിട്ട് പല വാർഡിലും ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾ ഇതറിയാതെ പഞ്ചായത്ത് തലത്തിൽ ഇന്നലെ മുതൽ ഫുൾ തിരക്കാണ്. രാവിലെ മുതൽ പഞ്ചായത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ പുതിയ വീടിന് അപേക്ഷിക്കാനും ലൈഫിലുള്ള ആളുകളുടെ PMAY പറയുന്നത് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ 2018 ശേഷം നമ്മുടെ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും ജനറൽ വിഭാഗത്തിന് വീട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈഫിൽ നിന്ന് സർവേ എടുക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് വീട് പുതുതായി അപേക്ഷിക്കാനും ലൈഫിൽ ഉണ്ടായിട്ട് കിട്ടാത്ത ആളുകൾ പഞ്ചായത്ത് തലത്തിൽ വന്ന് BOമാരെ വെയിറ്റ് ചെയ്യണം. BOമാരാണെങ്കിൽ 2 BOമാർ 2 വാർഡിൽ സൈറ്റിലാണ് അവർ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർഡുകൾ. ഇവിടെയാണെങ്കിൽ നമ്മുടെ മെമ്പർമാർ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റ് സ്ലോ ആയ കാരണം ഇന്ന് രാവിലെ മുതൽ 9:30 മുതൽ ഒരുപാട് പേര് 50ഓളം പേര് ഈ പഞ്ചായത്തിൽ 9:30 മുതൽ വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വേടന് പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ തൃശൂർ വിയൂരിലെ ജ്വല്ലറിയിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തു. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ബുധനാഴ്ച രാവിലെയാണ് വിയൂർ പവർ ഹൗസ് ജംഗ്ഷനിലെ സരസ ജ്വല്ലറി വർക്സിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വേടനെ എത്തിച്ച് തെളിവെടുത്തത്. പുലിപ്പല്ലാണെന്നറിയാതെയാണ് താൻ വെള്ളിയിൽ കെട്ടി നൽകിയതെന്നും വേടനെ തനിക്ക് മുൻപരിചയമില്ലെന്നും ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മറ്റൊരാൾ വഴിയാണ് പുലിപ്പല്ല് ഇവിടെ എത്തിച്ചതെന്നും ജ്വല്ലറി ഉടമ അന്വേഷണ സംഘത്തെ അറിയിച്ചു. പുലിപ്പല്ല് വാങ്ങാൻ വന്നത് വേടനായിരുന്നു. 1000 രൂപയിൽ താഴെ കൂലിയായി വേടൻ നൽകി. ശംഖും മറ്റും കെട്ടിക്കൊടുക്കുന്ന ജോലിയാണ് തനിക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞായിരിക്കാം എത്തിയതെന്നും ജ്വല്ലറി ഉടമ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ലോക്കറ്റ് വാങ്ങി മടങ്ങിയ വേടനെ തിരിച്ചറിഞ്ഞത് മകനാണ്. മകൻ പറഞ്ഞപ്പോഴാണ് റാപ്പർ വേടനാണെന്ന് മനസ്സിലായത്. ഇത് ആരുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടത്തിലൊരു പയ്യനുണ്ടായിരുന്നു. അവൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ
ഒരു ലോക്കറ്റ് പണിയാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പൈസ വല്ലതും തന്നിരുന്നോ? പണിത് ചെറിയ വെള്ളിയിൽ ഒരു 2 ഗ്രാമിന്റെ 3 ഗ്രാമിന്റെ പണിയാണ്. 1000 രൂപയുടെ താഴെയുള്ള ഒരു വർക്കാണ്, ചെറിയൊരു വർക്ക്. വെള്ളിയിലാണ് ചെയ്തത്. അതൊന്നും അറിയില്ലായിരുന്നു. അതൊന്ന് ലോക്കറ്റ് അതില് ഹുക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത് വെക്കുന്നു. ഇതിപ്പോ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മളെന്താണെന്ന് അറിയില്ലായിരുന്നു. വേടനാന്ന് ഈ വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മൗനാണ് കണ്ടപ്പോൾ പറഞ്ഞത് റാപ്പറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന് പരാതി. വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് DGPക്ക് പരാതി നൽകിയത്. സുരേഷ് ഗോപി കണ്ണൂരിലും തൃശൂരിലും ഷർട്ട് ധരിക്കാതെ പങ്കെടുത്ത പരിപാടികളിലെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി സ്വദേശി പോലീസ് പിടിയിൽ. പട്ടാമ്പി പുതിയ ഗേറ്റ് സ്വദേശി ഷമീറിനെയാണ് 962 ഗ്രാം കഞ്ചാവുമായി തൃത്താല പോലീസ് പിടികൂടിയത്. തലക്കശ്ശേരിയിൽ നിന്ന് രാത്രി 8:30ഓടെയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി സ്വദേശി ഷമീറിനെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ, പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ തൃത്താല ഇൻസ്പെക്ടർ മനോജ് ഗോപി, സബ് ഇൻസ്പെക്ടർ M സുഭാഷ്, K ഹംസ എന്നിവരുടെ നേതൃത്വത്തിൽ തൃത്താല പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 962 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒലവക്കോട് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. ഒഡീഷ അദേനിഗർഹിലെ 27 വയസ്സുള്ള അനിൽ പ്രധാനാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ഒലവക്കോട്ട് പിടിയിലായത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതി അനിൽ പ്രധാനെ പോലീസ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഹേമാംബിക നഗർ പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് കഞ്ചാവും പ്രതിയെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട്. ഇതിന്റെ പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമവും ബുധനാഴ്ച സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമവും എല്ലാവർക്കും വീട് പ്രഖ്യാപനവുമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇവിടെ ഗ്രാമപഞ്ചായത്ത് വലിയൊരു ഇനീഷ്യേറ്റീവ് കുറച്ച് സമയമെടുത്ത്, ചിലപ്പോൾ കുറെ കാലത്തിന് ആ ലിസ്റ്റിലുണ്ടാവും, പക്ഷെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി 7 കോടി അതിനെ മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നിലവിലുള്ള രേഖകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, മെമ്പർമാരായ K അശോകൻ, മുജീബ് റഹ്മാൻ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സുന്നി മഹല്ല ഫെഡറേഷൻ മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ മണ്ണൂർ കിഴക്കുംപുറം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു. SYS ജില്ലാ സെക്രട്ടറി യൂസഫ് പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബം അവർക്ക് ഉണ്ടാവുമല്ലോ, ഉമ്മ വാപ്പ ഉണ്ടാവുമല്ലോ, അതുമാതിരി തന്നെ അവർക്ക് പിന്നെ മക്കളുണ്ടാവുമല്ലോ, അവർക്ക് കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാത്തിനും ബാധിക്കുന്നതുകൊണ്ട് ആ കാര്യത്തിൽ ഗൗരവമായി നമ്മൾ ഒരു ചിന്ത ഉണ്ടാവണം. അതിന് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ നമ്മൾ എല്ലാവരും കൂടി ചെയ്യേണ്ടത് റേറ്റ് തലത്തിൽ ആദ്യം എല്ലാ പള്ളി കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പം ഇവിടെ 17-20 അംഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, ഞങ്ങളവിടെ 20 ആളുണ്ടെങ്കിൽ അങ്ങനെ, നമ്മുടെ ഈ 15 മാലിന്യ ആളുകളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ലഹരിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും വഖഫ് വിഷയത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്ക് സംബന്ധിച്ച് വലിയൊരു യോഗം നമ്മൾ വിളിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ മഹല്ലുകളിലേക്ക് അത് പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരെ പള്ളികളിലും മദ്രസകളിലും ബോധവൽക്കരണം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. PA കബീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PA കബീർ മുസ്ലിയാർ, വർക്കിംഗ് പ്രസിഡന്റ് VP ഇബ്രാഹിം, വൈസ് പ്രസിഡന്റുമാർ KSM ഷരീഫ്,
ഹമീദ് പടിപ്പുരക്കാട്ടിൽ, ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം മാസ്റ്റർ, വർക്കിംഗ് സെക്രട്ടറി PM മുഹമ്മദ് റഫീഖ്, ജോയിന്റ് സെക്രട്ടറിമാർ ഇസ്മായിൽ CM, മൊയ്തീൻകുട്ടി KP, ട്രഷറർ സുലൈമാൻ ഒന്നാമയിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. KM അബ്ദുൽ ഹക്കീം മാസ്റ്റർ സ്വാഗതവും VP ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെയ് 20 ദേശീയ പണിമുടക്കും കൊളപ്പുള്ളിയിൽ നടക്കുന്ന മെയ് ദിന റാലിയും വിജയിപ്പിക്കാൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ കൺവെൻഷൻ തീരുമാനിച്ചു. CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വർക്കർ എംപ്ലോയി രണ്ടിന്റെയും ഡെഫിനിഷൻ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? വർക്കർ എന്നും എംപ്ലോയി എന്നും ആവശ്യാനുസരണം ഇതിൽ എടുത്തുപയോഗിക്കുകയാണ്. വർക്കർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി, ജീവനക്കാരൻ, അവർക്ക് വെക്കുന്ന കരാർ തൊഴിലാളി എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ. കരാർ തൊഴിലാളികൾക്ക് തത്തുല്യമായ വേതനം കൊടുക്കണമെന്ന് ഈ പണിമുടക്കിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഡിവിഷൻ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഭാസ്കരൻ, K ഗംഗാധരൻ, P സിന്ധു, KR വിജയൻ, സീനത്ത്, TP ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അവധിക്കാല വിശ്വാസോത്സവത്തിന് തുടക്കമായി. മെയ് 4 വരെയാണ് വിശ്വാസോത്സവം. സുൽത്താൻപേട്ട രൂപത മതബോധന കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അവധിക്കാല വിശ്വാസോത്സവത്തിന് തുടക്കം കുറിച്ചത്. മെയ് 4 വരെയാണ് വിശ്വാസോത്സവം. ദിവ്യബലി, സ്നേഹവിരുന്ന് എന്നിവയോടെ അവധിക്കാല വിശ്വാസോത്സവം സമാപിക്കും. മെയ് 3 ശനിയാഴ്ച രാവിലെ സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിക്കും. ഷൊർണൂർ സെന്റ് ആന്റണീസ് ചർച്ച്, ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച്, പട്ടാമ്പി ഹോളി ക്രോസ് ചർച്ച് പരിധിയിലെ കുട്ടികൾ പങ്കെടുക്കും. അവധിക്കാല വിശ്വാസോത്സവം ഫൊറോന വികാരി ഫാദർ ജപമാല പീറ്റർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് കല്ലുംപുറത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുൽത്താൻപേട്ട രൂപത മതബോധന കമ്മീഷൻ എക്സിക്യൂട്ടീവ് അംഗം സിസ്റ്റർ ജസ്മി P ജോസഫ്, PTA പ്രസിഡന്റ് വിൻസെന്റ് ജോർജ്, സിസ്റ്റർ റിനി മരിയ, ജാസ്മിൻ മേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി താലൂക്ക് ഓഫീസിലെ റവന്യൂ ജീവനക്കാർക്ക് സഹപ്രവർത്തകർ സമുചിതമായ യാത്രയയപ്പ് നൽകി. ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, റവന്യൂ ജീവനക്കാരായ രാജൻ, റുഖിയ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 28 വർഷം റവന്യൂ വകുപ്പിലും 2 വർഷം പോലീസ് വിഭാഗത്തിലും സേവനമനുഷ്ഠിച്ച് 30 വർഷത്തെ സർവീസിനു ശേഷമാണ് പട്ടാമ്പി താലൂക്കിലെ ഭൂരേഖ തഹസീൽദാറായ ഗിരിജാദേവി വിരമിക്കുന്നത്. മറ്റു റവന്യൂ ജീവനക്കാരായ രാജൻ, റുഖിയ എന്നിവരും ഇതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്നുണ്ട്. ഈ 3 പേർക്കുള്ള യാത്രയയപ്പ് ചടങ്ങാണ് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇവർക്കുള്ള ഉപഹാരങ്ങളും MLA സമ്മാനിച്ചു. ചടങ്ങിൽ താലൂക്ക് തഹസിൽദാർ TP കിഷോറെ അധ്യക്ഷത വഹിച്ചു. ഗിരിജാദേവി, രാജൻ, റുഖിയ എന്നിവർ മറുപടി പ്രസംഗവും നടത്തി. പട്ടാമ്പി താലൂക്കിലെ റവന്യൂ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര മിനി ശബരിമലയിൽ മെയ് 2 വെള്ളിയാഴ്ച ആദിശങ്കരാചാര്യ ജയന്തി വിപുലമായി ആഘോഷിക്കും. ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പരിപാടികൾ. വേദപാരായണം, സത്സംഗം, പാദപൂജ, നാരായണീയ പാരായണം, അന്നപ്രസാദം എന്നിവയാണ് നടക്കുക. മാനവരാശിയുടെ നന്മയ്ക്കായി അദ്വൈത മതസിദ്ധാന്തം സ്ഥാപിച്ച മഹത് വ്യക്തിയാണ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരെന്ന് വാർത്താസമ്മേളനത്തിൽ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ചൂണ്ടിക്കാട്ടി. ആദി ശങ്കരാചാര്യ ജയന്തി ആഘോഷത്തിൽ പനാവൂർ മനതന്ത്രി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. ആചാര്യൻ അമ്പാടി സതീഷ് അധ്യക്ഷനായിരിക്കും. പഞ്ചദശനാമ ആവാഹകൻ അഖാണ്ഡയുടെ ആദ്യത്തെ ദക്ഷിണ ഭാരത മഹാമണ്ഡലേശ്വരനായ ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയെ ചടങ്ങിൽ ആദരിക്കും. അക്കാഡ ഭാരവാഹികൾ അദ്ദേഹത്തിന് പ്രമാണപത്രവും സമർപ്പിക്കും.
വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി 180ഓളം സന്യാസിമാരും 1000ഓളം ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. ആചാര്യൻ അമ്പാടി സതീഷ്, MP അച്യുതൻകുട്ടി, AC ചെന്താമരാക്ഷൻ, സുരേഷ് ചൈതന്യ, മാതാജി വസന്താനന്ദ സരസ്വതി, മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി എന്നിവരാണ് ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുക. അമ്പാടി നാരായണീയ ഏകോപന സമിതി ആചാര്യൻ ശ്രീ നാരായണീയ നന്ദനാഥ അവരുടെ നേതൃത്വത്തിലും സന്യാസി പരമ്പരയിൽ വിശ്വശങ്കരപീഠം മഠാധിപതി സാധു കൃഷ്ണാനന്ദ സരസ്വതി അവരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ യാഗയജ്ഞങ്ങൾ നടത്തുന്ന യജമാനന്മാരുടെ നേതൃത്വത്തിലും 370-ലധികം ക്ഷേത്രങ്ങളുടെ തന്ത്രി മുഖ്യനായ പനാവൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവരുടെയും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ മുഴുവനും ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നറിയിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നിലകൊള്ളുന്ന മിനി ശബരിമല ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രണാമം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിക്കൊപ്പം MP അച്യുതൻകുട്ടി, സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗൗരി ക്രിയേഷൻസിന്റെ ദേശീയ സാംസ്കാരികോത്സവം മെയ് 1 മുതൽ 5 വരെ പാലക്കാട് രാപ്പാടിയിൽ നടക്കും. ഇന്ത്യയിലെ പ്രഗത്ഭ നർത്തകരും സംഗീതജ്ഞരും വേദിയിലെത്തുമെന്ന് ഗൗരി ക്രിയേഷൻസ് പ്രസിഡന്റ് ദിനേശ് കൊടുവായൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഭരതനാട്യം, വയലിൻ ഫ്യൂഷൻ, മ്യൂസിക് ഷോ, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും. വൈക്കം വിജയലക്ഷ്മി, ഹൃദ്യ ഹരിദാസ്, നികിത, കലാമണ്ഡലം, ജാൻസി സാനു, വേദമിത്ര, അർപ്പിത, മഞ്ജു V നായർ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. സാംസ്കാരികോത്സവം മെയ് 1-ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ദിനേശ് കൊടുവായൂർ അറിയിച്ചു. 2 പേര് ചേർന്ന് നടത്തുന്ന ഭരതനാട്യം പ്രൊഡക്ഷനാണ്, ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് നടത്തുന്നത്. അങ്ങനെ 1-ാം ദിവസത്തെ പരിപാടി അതോടുകൂടി പൂർണ്ണമാവണം. 2-ാം ദിവസം മഞ്ജു V നായർ എന്ന ഭരതനാട്യം നടത്തുകയാണ് 2-ാം ദിവസത്തെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. 2-ാമത്തെ പരിപാടി ഹൈദരാബാദിൽ നിന്നുള്ള ഒഡീസി ഡാൻസ് ഗ്രൂപ്പ് അർപ്പിത സംഘം അവതരിപ്പിക്കുന്ന ഒഡീസി ഡാൻസ് ആണ് 2-ാം ദിവസം 2-ാമത്തെ പരിപാടിയായിട്ട് വരുന്നത്. 3-ാം ദിവസം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ, വയലിൻ ഫ്യൂഷനാണ്. അവതരിപ്പിക്കുന്ന KS ചിത്രയുടെ വയലിനിസ്റ്റ് കൂടിയായ വേദമിത്ര സംഘം അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനാണ് 3-ാം ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിയേഷൻസ് അംഗം P പ്രവീൺ കുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാടിന്റെ സംസ്കൃതിയും പൈതൃകവും പുറം ലോകത്തെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ആനിക്കോട് സന്ദീപനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് ട്രസ്റ്റ് എന്ന പ്രഭാഷക ശ്രുതി ശ്യാം. ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സുഹൃത സ്മൃതി പുരസ്കാര സമർപ്പണം മെയ് 3-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നിർവഹിക്കുമെന്നും ശ്രുതി ശ്യാം പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റ് ജില്ലകളുടെ പ്രത്യേകതകൾ പരിഗണിച്ച് വിശേഷണങ്ങൾ നൽകിയതുപോലെ പാലക്കാടിന്റെ സംസ്കാരവും പൈതൃകവും പരിഗണിച്ച് പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കണം. വൈദ്യം, വിദ്യാഭ്യാസം, ജ്യോത്സ്യം, ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങൾ പാലക്കാടിന് സ്വന്തമാണ്. ഇത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്താനും രേഖപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ 2017 മുതൽ സന്ദീപനി സാധനാലയ ട്രസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന ഉള്ളടക്കത്തിലാണ് പാലക്കാടിന്റെ വിജ്ഞാനകോശം തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികൾക്ക് പുരസ്കാരം നൽകുന്നത്. ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ വിഗ്രഹം ഗവർണർ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രുതി ശ്യാം പറഞ്ഞു. ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ കണ്ടെത്തി അവരൊരു പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പാലക്കാടിന്റെ പൈതൃകത്തെ ഒന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് പൈതൃക ജില്ല എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് 2017 മുതൽ പാലക്കാടിന്റെ ഒരു എൻസൈക്ലോപീഡിയ, ഒരു ആധ്യാത്മിക ചരിത്ര എൻസൈക്ലോപീഡിയ തയ്യാറാക്കുന്നതിന്റെ പാതയിലാണ് നമ്മൾ. അതിന്റെ ഭാഗമായിട്ട് 2019 മുതൽ വിവിധ പാലക്കാടിന്റെ മഹാരഥന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആദരവും പുരസ്കാരവും നൽകി വരുന്നുണ്ട്. പ്രത്യേകിച്ചും 2024 മുതൽ സുഹൃത സ്മൃതി എന്നുള്ള പേരിൽ പാലക്കാടിന്റെ മണ്ണിനെ തൊട്ടറിഞ്ഞ മൺമറഞ്ഞ മഹാരഥന്മാരുടെ പേരില് അതാത് മേഖലകളിൽ ഇപ്പൊ ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് 11 ഫീൽഡിൽ പുരസ്കാരം നൽകുന്നത്.
തന്ത്രി ശ്യാം ചൈതന്യ, മാതൃസമിതി അംഗങ്ങളായ ലതിക രാജേഷ്, മഞ്ജരി ദിവാകരൻ, ഹരീഷ് മഠത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റലി അക്ഷയ തൃതീയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഉത്തമ വേളയാണെന്ന വിശ്വാസം സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ വേരുറച്ചിരിക്കുന്നു. ആരാണ് ഈ പ്രചരണത്തിന് പിന്നിൽ? അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യപ്രദമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാറ്റലിയിലേക്ക്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് പലരും വിശ്വസിക്കുന്നതിൽ ഒരുപാട് വ്യാപകമായ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ലക്ഷണങ്ങളും വിലക്കുറവെന്നൊക്കെ പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യാപാരികളെ ഒരു തരത്തിലുള്ള ഐഡിയ അല്ലെങ്കിൽ അവർ വ്യാപാരം വിപുലപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണെന്നാണ് പരക്കെ പൊതുവായിട്ടുള്ള ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് അത്രയും വിപുലമായ വില വർധനമാണ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിലും ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണെങ്കിലും അതൊരു കച്ചവട ചരക്കായി മാറുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അത് ഏത് ലേബിളിലാണെങ്കിലും ഇപ്പോൾ അക്ഷയ തൃതീയ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ്. എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും വിൽപ്പന ചരക്കായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വശം. ഇതുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർ യഥാർത്ഥ നല്ല മുതലെടുപ്പാണ് നടത്തുന്നത്. സ്വർണ്ണ വ്യാപാരികളും അവർ കൊണ്ടുപിടിച്ചുകൊണ്ട് അതിന് വിപണന തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു വിശ്വാസപ്രദമായിട്ടുള്ള കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹെഡ്ഗേവാർ പേര് വിവാദം. ബിജെപിയെ വെല്ലുവിളിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഞങ്ങൾ വെട്ടിയാലും മുറിവേൽക്കും. കോൺഗ്രസ് പാർട്ടിയിൽ അതിനു പറ്റിയ ആൺകുട്ടികളുണ്ടെന്നും കെ സുധാകരൻ. വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബിജെപിയുടെ കൊലവിളി രാഷ്ട്രീയം ആരോപിച്ച പാലക്കാട്ട് കോൺഗ്രസിന്റെ പ്രതിരോധ സദസ്സ്. KPCC പ്രസിഡന്റ് നടത്തിയത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ പ്രസംഗമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ CPM BJP കൗൺസിലർമാർ നടത്തിയത് അക്രമപരമെന്നും ആരോപണം. വനിതാ കൗൺസിലറെ BJP കൗൺസിലർമാർ മർദ്ദിച്ചെന്നാരോപിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ CPM പ്രതിഷേധ സമരവുമായി യൂത്ത് ലീഗും. പുലിപ്പല്ല് കേസിൽ വേടനെ തൃശൂരിൽ കൊണ്ടുവന്ന തെളിവെടുത്തു. തെളിവ് ശേഖരിച്ചത് വേടനെ പുലിപ്പല്ലിൽ വെള്ളികെട്ടി ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ ജ്വല്ലറിയിൽ നിന്ന്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന് ആരോപണം. പരാതിയുമായി വാടാനപ്പള്ളി സ്വദേശി DGPയെ സമീപിച്ചു. സാമ്പത്തിക ബാധ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ കലാമണ്ഡലം അധികൃതർക്ക് വീഴ്ച. വിരമിച്ച അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക പെൻഷൻ ആനുകൂല്യങ്ങളുടൻ അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പ് ഇനിയും പാലിക്കപ്പെട്ടില്ല. പ്രതിഷേധവുമായി ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് വൈസ് ചാൻസലറെ കണ്ടു. മെയ് 15-നകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമെന്ന് വൈസ് ചാൻസലർ. വാക്ക് പാലിച്ചില്ലെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികളെ വഴിയിൽ തടയുമെന്ന് സമരസമിതിയുടെ മുന്നറിയിപ്പ്. ഒലവക്കോട് 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ അദേനിഗർ സ്വദേശി അനിൽ പ്രധാനെ പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. തലയിലും ഓപ്പറേഷൻ ഡി ഹണ്ട്. 962 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പട്ടാമ്പി പുതിയ ഗേറ്റ് സ്വദേശി അറസ്റ്റിൽ. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. പ്രതിസന്ധികൾ പരിഹരിക്കാൻ 25 ലക്ഷം രൂപ അനുവദിക്കും. തീരുമാനം പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനാണ് പരിശ്രമമെന്ന് നഗരസഭാ അധികൃതർ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി കണ്ണും കാതും തൃശൂരിലേക്ക്. സാമ്പിൾ വെടിക്കെട്ട് മെയ് 4-ന്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് പൂരവിളംബരം നടത്തും. വിശ്വപ്രസിദ്ധമായ പൂരം മെയ് 6-ന്. ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സസ്പെൻസുകൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.